ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. എന്ത് ഈ ബിസിനസ് എന്ന് പറഞ്ഞ് പലരും ബിസിനസ്സിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നതാണോ ബിസിനസ്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ബിസിനസ്? കഷ്ടപ്പാടുകളിലും ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടും എന്തിനാണ് ഇന്ന് ബിസിനസ്സുകൾ പലതും വിൽക്കാനുള്ളപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ബിസിനസ് സ്ക്രാച്ചിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല ബിസിനസ് നോക്കിയെടുക്കാൻ പല രീതിയിലും ബിസിനസ്സുകൾ വിൽപ്പനയ്ക്കുണ്ട്. ഇന്ത്യയിലിരുന്ന് കൂടെ നമുക്ക് വലിയ അമേരിക്കയിലുള്ള ബിസിനസ് പോലും നമുക്ക് വാങ്ങിച്ച് റൺ ചെയ്യാൻ കഴിയും. അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ നിന്ന് നമുക്ക് അമേരിക്കയിൽ റൺ ചെയ്യാൻ കഴിയും. സോ ബിസിനസ് ചെയ്യുന്നവർ അമേരിക്കയിൽ ബിസിനസ് ചെയ്തിരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയും ഈ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളും അല്ലെങ്കിൽ ബിസിനസ് ഏത് രൂപത്തിലാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബിസിനസ്സുകാരന്മാരുടെയും ആസ്തികൾ കാണുമ്പോൾ 20 കാറും 100 കാറും 50 കാറും അല്ലെങ്കിൽ 10 ബിസിനസ്സും എന്നുള്ള രീതിയിലാണ് അവരെല്ലാം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ബിസിനസ് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് നമ്മൾ ബിസിനസ് നമ്മൾ നടത്തി അത് വിറ്റ് വേറൊരു ബിസിനസ് എടുത്ത് അത് നടത്തി അതിന്ന് വിറ്റ് വേറൊരു ബിസിനസ്സിലേക്ക് പോകാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നില്ല. 50-70 വർഷം നമ്മൾ ഈ ബിസിനസ്സും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട്. അതല്ല ബിസിനസ്. ഒരു ബിസിനസ് ഉണ്ടാക്കി 5 വർഷം കൊണ്ട് അതിൻ്റെ മാക്സിമം നമ്മൾ ലാഭത്തിനെക്കാട്ടിലും അത് വിറ്റ് കിട്ടുന്നതാണ് നിങ്ങളുടെ ഒറിജിനൽ ലാഭം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിറ്റ് കിട്ടുന്ന ഒറിജിനൽ ലാഭം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാഭം ആദ്യം കുറച്ച് ബിസിനസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാവുള്ളൂ. സ്കെയിലപ്പിലൂടെ മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബിസിനസ്സിൽ കൂടുതൽ ലാഭം വെച്ചുകൊണ്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയില്ല. ഫ്ലിപ്കാർട്ട് പോലെയുള്ളവർ പലതും നഷ്ടപ്പെട്ടിട്ടാണ് അത്രയും ഒരു വാല്യുവേഷൻ നേടിയെടുത്തത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലാഭത്തിനെ കുറയ്ക്കൂ, കച്ചവടത്തിനെ കൂട്ടൂ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം ഞാൻ 36 വർഷം ഫീൽഡിൽ കടന്ന് 24 ഫീൽഡിലും സ്വന്തമായി ഇറങ്ങി പ്രവർത്തിച്ച് ആ ഫീൽഡിലുള്ള ആളുകളെല്ലാം കണ്ട് അവരോട് വിൽപ്പന നടത്തിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും 24 ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് പല ബിസിനസ്സും കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടെ പല ബിസിനസ്സും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ ചെയ്യാത്ത ബിസിനസ് പോലും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. കാരണം 24 ബിസിനസ്സിൻ്റെ എൻ്റെ അനുഭവം സാധാരണ ഒരു അനുഭവമല്ലായിരുന്നു. കഷ്ടപ്പാടുകളുടെ അനുഭവങ്ങളാണെങ്കിലും ഞാൻ അതിൽ നിന്നെല്ലാം പാഠം പഠിച്ചു. പക്ഷേ ഞാൻ ഒരു കമ്പനിക്കും ഞാൻ എതിരായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് 24 ഫീൽഡിലും വർക്ക് ചെയ്തെങ്കിലും എല്ലാ കഥകളും എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ തീർച്ചയായും എൻ്റെ ഇത്രയും നോളേജ് വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളെയെല്ലാം ബിസിനസ് വാങ്ങിപ്പിച്ചുകൂടാ? ബിസിനസ് എന്തുകൊണ്ട് തുടങ്ങി കൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഏതെല്ലാം ബിസിനസ് വിൽക്കാനുണ്ട് എന്ന് ആഗ്രഹം നോക്കിക്കൊണ്ട് ആ ബിസിനസ് വാങ്ങി ഇന്ന് ഇരിക്കുന്ന ബിസിനസ്സിനെ അവർ വന്ന് 10 വർഷം കഷ്ടപ്പെട്ട് ബിസിനസ് വളർത്തിയിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ EBITDA വെച്ച് നോക്കിയാൽ 3-4 ടൈം വേരിയേഷനിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വിൽക്കാൻ പറ്റും. അത് വിറ്റതോടുകൂടി നിങ്ങൾ 5 വർഷം കൊണ്ട് നിങ്ങളൊരു വലിയൊരു ബിസിനസ്സുകാരനായി മാറുന്നതോടുകൂടെ നിങ്ങൾ വീണ്ടും ഒരു ബിസിനസ് വാങ്ങിക്കും. അതിനെയും ഇതേമാതിരി ചെയ്താൽ മാത്രമേ നമ്മളൊരു ബിസിനസ്സുകാർ വളരെ വൻ വിജയം കരസ്ഥമാക്കാൻ കഴിയും. അമേരിക്കയെ പോലെ 20 കാറും 30 കാറും വാങ്ങിക്കാൻ നിങ്ങൾക്കും കഴിയും. അതിന് വന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബിസിനസ്സിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് വിറ്റിട്ട് വേറെ ബിസിനസ് വാങ്ങാൻ ശ്രമിക്കുക. ഏത് ബിസിനസ്സാണ് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഡെയിലി പണം വരുന്ന ബിസിനസ് പല രീതിയിലും ഇപ്പോൾ ഡംബിൾ ട്രൈ മാതിരിയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഇന്ന് രംഗത്തുണ്ട്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കാശ് കാണാൻ പറ്റും. അത്തരത്തിലൊരു ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനും ചിന്തിക്കാനും ഇല്ല. ബിസിനസ് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാശ് വരുന്നുണ്ടോ ഇല്ലേ. കാശ് വരുന്നില്ലെങ്കിൽ ഈ കാശ് എന്തുകൊണ്ടാണ് വരാത്തത്, അല്ലെങ്കിൽ കാശ് വരുത്താൻ എന്താ മാർഗം
എന്ന് ചിന്തിച്ച് നിങ്ങളവിടെ ബിസിനസ്സിനെ പുരോഗമിപ്പിച്ച് അവിടെ വന്നിട്ട് 100 രൂപയ്ക്ക് കൊടുത്ത സാധനത്തിന് നിങ്ങൾ 50 രൂപയ്ക്ക് കൊടുത്താലും അത് കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ 5000 പേര് വരുന്ന സ്ഥലത്തിനെ 10,000 പേരാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാഭം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം കൂടും. കച്ചവടം കൂടിക്കഴിഞ്ഞാൽ കച്ചവടം വിൽക്കും. കച്ചവടം വിറ്റ കാശാക്കി വീണ്ടും ഒരു ബിസിനസ് വാങ്ങാം. ഇത് തന്നെയാണ് ബിസിനസ് തന്ത്രം. ഇത് നിങ്ങൾ പഠിക്കുക, ചെയ്യുക. സോ ഇന്ന് മുതൽ ചിന്തിക്കേണ്ടത് വാങ്ങുക ബിസിനസ്, വിൽക്കുക ബിസിനസ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ ഉയരണം. ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ബിസിനസ് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടപ്പ് എന്നുള്ളത് വേറൊരു രീതിയിൽ നമ്മളൊരു ഒരു ഇന്നോവേഷൻ കണ്ട് ആ ഇന്നോവേഷനിൽ ഗൂഗിൾമാരി ഒരു ഇന്നോവേഷൻ കണ്ട് പ്രവർത്തിച്ച് വരുന്നത് സ്റ്റാർട്ടപ്പ് വേറെ. അതല്ല സാധാരണമായി ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ആ സ്ഥാപനം എങ്ങനെയാണ് കരസ്ഥമാക്കുക, അതൊന്നും എങ്ങനെ. കാരണം പല ഓണേഴ്സും ഇന്ന് വിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് എത്രയോ സ്ഥാപനങ്ങൾ ഇന്ന് വിൽക്കാൻ തയ്യാറാണ്. കാരണം അവർ നടത്തി കുറേ കഴിയുമ്പോൾ അവർക്കത് ബോറടിച്ചു പോകും. അപ്പോൾ പുതിയ ഒരു ഉത്തേജനം കൊടുക്കാൻ അത് വിറ്റ് കഴിയുമ്പോൾ അവരും വേറെ ബിസിനസ് വാങ്ങും, അല്ല റിട്ടയർ ചെയ്യും. അതുകൊണ്ട് തേടൂ എവിടെയാണ് പുതിയ ബിസിനസ് വിൽക്കാനുള്ളത്. ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ്സാണ് വിൽക്കാനുള്ളത്. റിട്ടയർമെൻറ്റ് ഫണ്ടുമായി വരുന്ന റിട്ടയർ ആൾക്കാർ വീട്ടിൽ നിന്ന് ബോറടിക്കാതെ കിട്ടുന്ന ഒരു നല്ല റണ്ണിങ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് കാശ് കണ്ണിൽ കാണാൻ പറ്റും. അതാണ് ബിസിനസ്. അത്തരം ബിസിനസ്സുകളും പുതിയ ബിസിനസ്സുകളും അങ്ങനെ ബിസിനസ്സിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്താലേ രാജ്യത്തെ എക്കോണമി വളരൂ. അതുകൊണ്ട് സമയം കൂടുതൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാതെ പുതിയ ബിസിനസ്സിൽ എന്ന് പറയുന്നത് റൺ ചെയ്യുന്ന ബിസിനസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ബിസിനസ്. ഇനി അവിടെ പോയിട്ട് അത്തരം സ്റ്റാഫുകളെ കണ്ട് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് ഏകപ്പെട്ട മോട്ടിവേറ്റിംഗ് ക്ലാസ്സുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത്തരം മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒന്നാമത് ഷമീം റഫീഖയുടെ നല്ലൊരു അടിപൊളി ക്ലാസ്സാണ്. അതിൽ പോയൊരു ക്ലാസ്സിലിരുന്ന് മോട്ടിവേറ്റായി നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ട്രെയിനിങ് ആവശ്യം, നിങ്ങൾക്ക് അല്ല ട്രെയിനിങ് ആവശ്യം. കാരണം നിങ്ങൾക്ക് വന്നിട്ട് അവരെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഓൾറെഡി റൺ ചെയ്യുന്ന സ്ഥാപനത്തിന് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പണിയെടുക്കുന്നവരെ അവർ വന്ന് ട്രഡീഷണലായി ഓണേഴ്സ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് വന്നത് പുതിയ ഓണറാകുമ്പോൾ ടെക്നോളജി കൊണ്ടുവരാൻ പറ്റും. പഠിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ഥാപനത്തിനെ ഇന്ന് ചെയ്യുന്ന 10 ഇരട്ടി ടേൺ ഓവറാക്കി 5 വർഷം കൊണ്ട് ഞാൻ വിറ്റ് കാശാക്കണമെന്നുള്ള ഒറ്റ ചിന്തയിലായിരിക്കണം ബിസിനസ് റൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പുതിയ ബിസിനസ്സുകാരെല്ലാവരും തന്നെ എവിടെ ബിസിനസ് വിൽക്കാനുള്ളത്, പഴയ ബിസിനസ് എവിടെ വിൽക്കാനുള്ളത് എന്ന് അന്വേഷിച്ച് തുടങ്ങുക. അത്തരം ബിസിനസ്സുകൾ കരസ്ഥമാക്കുക. വിജയം കണ്ട് വീണ്ടും നിങ്ങളും 20-30 കാർ വാങ്ങാനുള്ള ഒരു ഉത്തേജനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.